ഹായ് ഫ്രണ്ട്സ്, ലെച്ചൂട്ടൻസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബുദാബിയിലുള്ള ഹുദരിയാത്ത് ഐലൻഡിലെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ഐലൻഡിലെത്തി വണ്ടിയൊക്കെ പാർക്കിങ്ങിലിട്ടു. അപ്പോൾ ആ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ടൊക്കെ ഒരുപാട് ഫുഡ് ട്രക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ അവിടുത്തെ ഐലൻഡിലേക്ക് പോയി. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നതെന്ന് പറയുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ടൈമും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ഒരു 6-6:30 ഒക്കെ കഴിയുമ്പോഴത്തേനും അവിടെ ക്ലോസ് ചെയ്യും. അതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. ബീച്ചിൽ വരുന്നതിനോ അല്ലെങ്കിൽ ഐലൻഡിൽ അവിടെ സമീപത്തിരിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ അവിടെ ഇതുകൂടാതെ അവിടെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഫുട്ബോൾ കളിക്കുന്നതിനോ വോളിബോൾ കളിക്കുന്നതിനോ ഒക്കെ ഉള്ള ഓരോ ഫീൽഡും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ അവിടെ വെള്ളത്തിലിറങ്ങാതെ കുറച്ചൊന്ന് അവിടേക്ക് ഒന്ന് നടന്നൊന്ന് കാണാമെന്ന് വെച്ചു. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള പ്ലേ ഏരിയയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരുപാട് കഫറ്റേരിയകളും കഫേകളും ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ പോകുന്ന ഈ ട്രെയിനിൽ ഇത് നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിരുന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാൻ പറ്റുന്നതാണ്. പിന്നെ ഈവനിങ് ഒരു രാത്രി ആ ഒരു ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്, ലൈറ്റൊക്കെ വരുമ്പോൾ. പിന്നെ ഇവിടെ ഒരു കുട്ടി ജിം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിക്കുള്ളൊരു ജിമ്മും അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് പറയാമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വെള്ളത്തിലിറങ്ങുക എന്നതിലുപരി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷനും നല്ല രീതിക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ മറ്റും അട്രാക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഓരോ ഐറ്റംസും അവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ സ്പീഡ് ബോട്ടും അല്ലാതെയുള്ള ബോട്ടിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈവനിങ് ആകുമ്പോഴാണ് ഇവിടെ ഭംഗി. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോന്നും കാണാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും നമ്മളുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലച്ചൂട്ടനും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് ഒത്തിരി നേരം വെള്ളത്തിൽ കളിക്കുകയുണ്ടായി. ഭയങ്കര രസമുള്ളൊരു മൊമെൻറ്റ് തന്നെയായിരുന്നു അത്.
ചൂടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ ഐലൻഡിൽ വെള്ളത്തിലിറങ്ങാനായിട്ട്. എല്ലാവരും ചൂട് കാരണം വെള്ളത്തിൽ കുറച്ച് തണുപ്പുണ്ട്, അപ്പോൾ അതൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ലച്ചൂട്ടൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട, വെള്ളത്തിനകത്ത് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ കുറേ നേരം നിന്ന് കളിച്ചു. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് അവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. പ്ലേ ഏരിയാസൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരും നല്ല ഹാപ്പി ആയിരുന്നു. കുട്ടികളെല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് പറയാം. കുട്ടികളുമൊക്കെ നന്നായിട്ട് കളിച്ചു, അവരെല്ലാം ഹാപ്പിയായി. പിന്നെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നതിന് ശേഷം എല്ലാവരും ബൈ ബൈ പറഞ്ഞ് പോകാനുണ്ടായത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് വരുന്നവരെ നമുക്ക് ബൈ.